അമേരിക്കൻ ജനതയുടെ ആശങ്കകൾക്ക് മുൻഗണന നൽകുമെന്നും വിദേശ സംഘർഷങ്ങളിൽ അമേരിക്കൻ ഇടപെടൽ അവസാനിപ്പിക്കുമെന്നുമുള്ള ഡൊണാൾഡ് ട്രംപിന്റെ വാഗ്ദാനങ്ങളാണ് അദ്ദേഹം വീണ്ടും അധികാരത്തിലെത്താൻ കാരണമായത് എന്നാണ് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ജനുവരിയിൽ വീണ്ടും വൈറ്റ് ഹൌസ് കൈവശപ്പെടുത്തിയ ട്രംപ് കഴിഞ്ഞ ഭരണത്തിൽ തന്റെ സേവകൽപ്പനയല്ലാത്തവരെയൊക്കെ പടിയിറക്കി. അതിൽ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ ജോൺ ബോൾട്ടൺ തുടങ്ങിയ പ്രമുഖ വ്യക്തികളടക്കം ഉൾപ്പെടുന്നുണ്ട്. പകരം കൊണ്ടുവന്ന മാർക്കോ റൂബിയോയും മൈക്കൽ വാട്സും ഒക്കെ ട്രംപിന്റെ വിശ്വസ്ത സേവകരായിരുന്നു. ലോകത്ത് 3 പ്രധാന എതിരാളികളുണ്ട് എന്നാണ് അമേരിക്ക പറയുന്നത്: ചൈന, റഷ്യ, ഇറാൻ. അധികാരത്തിലേറിയതിനു ശേഷം ട്രംപ് അമേരിക്കയുടെ പല പാരമ്പര്യ വിശ്വാസങ്ങളെയും തെറ്റിച്ചിരുന്നു. ചൈനയുമായി കടുത്ത വ്യാപാര പോരിലാണ് ഇപ്പോൾ അമേരിക്ക ഉള്ളത്. റഷ്യയ്ക്ക് മേലും അമേരിക്ക സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ട്രംപ് മാറ്റി. വ്ളാഡിമിർ പുടിനുമായി നല്ലൊരു ബന്ധത്തിന് തന്നെ ട്രംപ് തുടക്കം കുറിച്ചു. ഇറാനുമായുള്ള ആണവ കരാർ സംബന്ധിച്ച കടുംപിടുത്തങ്ങളൊക്കെ മയപ്പെടുത്തി. പരസ്പര ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു. അതേസമയം ട്രംപിന്റെ ഇറാനുമായുള്ള ചർച്ചകൾ 3ാം ഘട്ടത്തിലേക്ക് അടുക്കുന്നതിനാൽ അത് അട്ടിമറിക്കാൻ റൂബിയോയും വാൾട്ടസും സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. സംഭാഷണത്തിനും നയതന്ത്ര പരിഹാരത്തിനും ശ്രമിക്കുന്നതിന് പകരം അമേരിക്ക ഉടൻ തന്നെ ഇറാനുമായി ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുകയും രാജ്യത്തിന്റെ ആണവ കേന്ദ്രങ്ങളെയും ഒരുപക്ഷെ എണ്ണ ശുചീകരണശാലകളെയും ആക്രമിക്കുമെന്നൊക്കെയാണ് അവരുടെ ആവശ്യം. റൂബിയോ, വാൾട്ടസ് പോലെയുള്ള വ്യക്തികൾ അമേരിക്കയേക്കാൾ കൂടുതൽ ഇസ്രയേലിന്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുത്ത് അവർക്കായി പ്രവർത്തിക്കുന്നു. അവർക്ക് സയനിസ്റ്റുകളുമായും AIPACയുമായും വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ട്. വാൾട്ടസ് ഇസ്രയേലിന്റെ സൈന്യത്തിനു വേണ്ടി നേരിട്ട് പ്രവർത്തിച്ചിരുന്നു എന്നും അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു എന്നാണ് നിരീക്ഷകരായ മുഹമ്മദ് മഹ്ദി അബ്ബാസി പറഞ്ഞത്. അമേരിക്കയും ലോകത്തിനും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ അമേരിക്ക ഇസ്രയേലിന് വേണ്ടി ഇറാനുമായി ഒരു യുദ്ധം നടത്തണം എന്നാണ് ഈ 2 ഉദ്യോഗസ്ഥരും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ട്രംപിന്റെ ഭരണകൂടത്തിലെ മിക്ക അധികാരികളും യുദ്ധപ്രിയരാണ്. പക്ഷേ ഇറാനുമായി ഒരു യുദ്ധം ആരംഭിക്കാൻ ട്രംപിനെ പ്രേരിപ്പിക്കുന്നതിൽ അവർക്ക് വിജയിക്കാനാകില്ല എന്നതും അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റിന്റെ ആദ്യ ഭരണകാലത്ത് ഇറാനിലെ ഉന്നത സൈനിക ജനറൽ ഖാസിം സുലൈമാനിയെ വധിക്കാൻ മുൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു അമേരിക്കൻ താവളത്തിന് നേരെയുള്ള ആദ്യത്തെ ആക്രമണത്തിലേക്കാണ് അത് വഴിവെച്ചത്. എന്നാൽ ഇത്തരം പ്രേരണകളിലൊന്നും വീഴാതെ ഇത്തവണ സത്യപ്രതിജ്ഞയിൽ താൻ സമാധാനത്തിന്റെ പ്രസിഡന്റ് ആകാൻ പദ്ധതിയിടുന്നതായിട്ടായിരുന്നു ട്രംപ് പറഞ്ഞത്. ട്രംപ് അധികാരത്തിലേറിയപ്പോൾ മുതൽ മാർക്കോ റൂബിയോ, പീറ്റ് ഹെഗ്സെത്ത്, മൈക്ക് വാൾട്ടസ്, മൈക്ക് ഹക്കബി, മറിയം അഡൽസൺ തുടങ്ങിയ വ്യക്തികൾ ഉൾപ്പെടെയുള്ള ഈ വിഭാഗം പശ്ചിമേഷ്യയിൽ യുദ്ധോത്സുകമായ ഒരു അമേരിക്കൻ സാന്നിധ്യത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. എന്ത് വില കൊടുത്തും ഇസ്രയേൽ ഭരണകൂടത്തെ പിന്തുണയ്ക്കുക എന്ന ഇടുങ്ങിയ ചിന്താഗതിക്കാരായിരുന്നു ഇവർ. ഇസ്രയേലിന്റെ കൊളോണിയലിസത്തെയും പ്രാദേശിക ക്രമത്തിനും കടുത്ത ഭീഷണിയാണെന്ന് അവർ കരുതുന്ന ഇറാനെ ഇല്ലാതാക്കുക എന്ന നിലപാടിലാണ് അവർ വേരൂന്നിരിക്കുന്നത്. പക്ഷെ ട്രംപ് ഒരിക്കലും ഇറാനോട് എടുത്തു ചാടി ഒരു സംഘർഷത്തിന് മുതിരില്ല എന്നതാണ് സത്യം. പക്ഷേ ഇക്കൂട്ടർ വിരുദ്ധമായി മറ്റൊരു വിഭാഗം കൂടി അമേരിക്കയിലുണ്ട്. JD വാൻസ്, എൽബ്രിഡ്ജ് കോൾബി, മൈക്ക് ഡിമാനിയോ, ടക്കർ കാൾസൺ, തോമസ് മാസി, റാൻഡ് പോൾ തുടങ്ങിയ വ്യക്തികൾ നയിക്കുന്ന ഈ വിഭാഗം പശ്ചിമേഷ്യയിലെ കുഴപ്പങ്ങളെക്കാൾ ആഭ്യന്തര പ്രശ്നങ്ങൾക്കും ചൈനയുമായുള്ള തന്ത്രപ്രധാനമായ മത്സരത്തിനും ഒക്കെയാണ് മുൻഗണന നൽകുന്നത്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക ഇടപെടൽ കുറയ്ക്കുന്ന ഒരു നയത്തിനാണ് ഇവർ വാദിക്കുന്നത്. പകരം അമേരിക്കയുടെ അതിർത്തികൾ, സമ്പദ് വ്യവസ്ഥ, അമേരിക്കയിലെ പ്രാദേശിക സ്വാധീനം എന്നിവ ശക്തിപ്പെടുത്തുന്നതിൽ ഇക്കൂട്ടർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മിഡിൽ ഈസ്റ്റിന്റെ ഡെപ്യൂട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി ഓഫ് ഡിഫൻസിനായി ഡിമാനിയോ നിയമിച്ചത് കൂടുതൽ നയതന്ത്രപരമായി അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ഏറ്റുമുട്ടൽ കുറയ്ക്കുവാനുള്ള അമേരിക്കൻ നയത്തിലെ മാറ്റങ്ങളെയായിരുന്നു സൂചിപ്പിച്ചത്. ഇറാനുമായി ഒരു കരാറിൽ ഏർപ്പെടാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ട്രംപിന്റെ സമീപകാല പരാമർശങ്ങൾ നേരിട്ടുള്ള ചർച്ചകളെ പിന്തുണയ്ക്കുന്നില്ല എങ്കിലും നയതന്ത്ര മാർഗങ്ങൾ തേടുവാനുള്ള അദ്ദേഹത്തിന്റെ സന്നദ്ധതയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്.